നമസ്കാരം. ഭക്തിപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗണേശ ചതുർത്ഥിയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ വിളക്ക് കൊളുത്തി ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട ചെറിയ ഒരു മന്ത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏതൊരു ന്യായമായ ആവശ്യവും ഈ മന്ത്രം ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ്. ഇതിന് രാഹുകാല, യമകണ്ഠകാലം ഇതൊന്നും തന്നെ നോക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഗണപതി കുടിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ എപ്പോഴാണോ വിളക്ക് കൊളുത്തി ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത്, ആ സമയത്ത് ഈ മന്ത്രം മറക്കാതെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചൊല്ലിയാൽ മതി. എന്തെന്നാൽ മന്ത്രം ജപിക്കാൻ ഒരാൾ തുടങ്ങുമ്പോഴാണ്, മന്ത്രം ജപിക്കാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോഴാണ്, മന്ത്രജപത്തിൽ ഒരാൾ ഇരിക്കുമ്പോഴാണ് ആ വ്യക്തി രക്ഷപ്പെടുന്നത്. കാരണം എന്താണെന്ന് വച്ചാൽ, മന്ത്രജപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഓരോ നിമിഷവും അനുഭൂതമാകുന്ന പ്രത്യേകമായ അനിർവചനീയമായി നിൽക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ്. ആ അനിർവചനീയമായി നിൽക്കുന്ന അനുഭൂതി ലഭിക്കണമെങ്കിൽ ആ സാക്ഷാത്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഭഗവത് സ്വരൂപത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ ഭഗവാനും ഭക്തനും ഒന്നാണെന്ന ചിന്തയിൽ കൂടി ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന അതേ ഭാവത്തിൽ തന്നെ നമ്മുടെ വിഷമതകൾ പറയണം. അങ്ങനെ ജപിച്ചു പോകുന്ന നിമിഷത്തിൽ ഈ ലോകത്ത് നിൽക്കുന്ന സകല ചരാചരങ്ങളിൽ നിന്നും, നമ്മെ മൂടി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മൾ മുക്തി നേടി ഒരു പ്രത്യേകമായ മോക്ഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഒരു പേനയോ പെൻസിലോ എടുത്ത് തയ്യാറായിരുന്നുള്ളൂ. മന്ത്രം സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ദിവസവും എഴുതി വച്ച മന്ത്രം എടുത്ത് ചൊല്ലുകയോ വീഡിയോയുടെ ഈ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ട് വായിക്കുകയോ ചെയ്യാം. ഓം വക്രതുണ്ടായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം കൃഷ്ണപിംഗാക്ഷായ നമഃ. ഓം ഗജവക്ത്രതായ നമഃ. ഓം ലംബോദരായ നമഃ. ഓം വികടായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം ധൂമ്രവർണായ നമഃ. ഓം ഭാലചന്ദ്രായ നമഃ. ഓം വിനായകായ നമഃ. ഓം ഗണപതയേ നമഃ. ഓം ഗജാനനായ നമഃ. ഓരോന്നും നിങ്ങൾക്ക് 108 വീതം ജപിക്കാം, 336 ജപിക്കാം, എല്ലാം 1008 തവണ ജപിക്കാം. രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും മാറ്റിവെച്ചാൽ മതി. ഓരോ നാമങ്ങളും 1008 വീതം ജപിക്കാൻ പറ്റും. ഗണപതി നാമങ്ങൾ കൊണ്ട് ഒരു 12,000 നാമജപ അർച്ചന മനസ്സുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക്
അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആ സർവേശ്വരകാരകനായി നിൽക്കുന്ന ഭഗവാന്റെ മുൻപിലേക്ക് നാമജപങ്ങൾ കൊണ്ടുള്ള മാനസ അർച്ചന. ഈ അർച്ചന അതികേമമാണ്, അതിശക്തമാണ്. ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ 1008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമം നടത്തുന്നതിന് തത്തുല്യമാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമം എന്നും 12000 തവണ ജപിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന, നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജപിച്ചോളൂ. ഈ വർഷത്തെ ഗണേശ പൂജ അവസാനിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യം നടന്നിരിക്കും, ഉറപ്പാണ്. യാതൊരു സംശയവും വേണ്ട. അതാണ് ഗണപതി ഭഗവാൻ, അതാണ് നാമജപത്തിലൂടെ കിട്ടുന്ന വരം. ലോകത്താർക്കും മാറ്റിക്കളയാൻ പറ്റില്ല. നാമജപത്തിലൂടെ കിട്ടുന്ന ശക്തി മറ്റൊരാൾക്കും പറിച്ചു കളയാൻ കഴിയില്ല. വിശ്വാസത്തോടെ ഇന്ന് തന്നെ ജപം തുടങ്ങുക. നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ എത്ര ദിവസം കൊണ്ട്, എങ്ങനെ ചെയ്തപ്പോഴാണ് കാര്യസാധ്യമുണ്ടായത് എന്ന് കമൻസിൽ തീർച്ചയായും എഴുതുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.